ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കണം. വാമനാവതാര കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരധ്യായത്തിൽ മത്സ്യാവതാര കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ മനോഹരമായ ഒരു കഥയാണ് മത്സ്യാവതാര കഥ. പണ്ട് വളരെ ഭാഗവതനായിരുന്ന ഒരു രാജഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സത്യവ്രതൻ എന്നാണ്. നാരായണപരോധത്തിൽ തപസ്സ സലിലാശന, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അദ്ദേഹം എത്രയോ കാലം തപസ് ചെയ്തു. എപ്പോഴും നാരായണപരനായിരുന്നു അദ്ദേഹം. നാരായണപരൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നാരായണ നാമം ജപിച്ചുകൊണ്ട് ജലം മാത്രം കുടിച്ചുകൊണ്ടായിരുന്നു ഈ സത്യവ്രതന്റെ തപസ്. അങ്ങനെ അദ്ദേഹം തപസ് ചെയ്ത് കൃതമാല എന്ന് പറയുന്ന പുഴയിൽ ഒരു ദിവസം ജലതർപ്പണം ചെയ്യുന്ന സമയത്താണ് കഴിക്കുമ്പോഴിൽ ഒരു ചെറിയ മത്സ്യത്തിനെ കണ്ടു. രാജാവ് ആ മത്സ്യത്തിനെ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ആ മത്സ്യം സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വെള്ളത്തിലിടരുത്, എന്നെ രക്ഷിക്കണം. രാജാവിന് അത്ഭുതം തോന്നി. മത്സ്യം അങ്ങനെ സംസാരിക്കുകയാണ്. അത് ആ മത്സ്യത്തെ എടുത്ത് ഒരു കമണ്ടലിലിട്ടു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കമണ്ടൽ മുഴുവനും ആ മത്സ്യം വലുതായി വന്നത് കണ്ടു. എനിക്ക് ഈ സ്ഥലം പോരാ എന്ന് പറഞ്ഞപ്പോഴാണ് ആ കമണ്ടലിൽ നിന്ന് ആ മത്സ്യത്തിനെ വലിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി. രാജാവ് ഇത്തിരി നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ആ വലിയ പാത്രം മുഴുവനും മത്സ്യം വലുതായി നിൽക്കുന്നത് കണ്ടു. അപ്പോഴും പറഞ്ഞു, ആ മത്സ്യം എനിക്ക് ഈ സ്ഥലം പോരാ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ദേശത്തെ പറ്റിയും ഫലത്തെ പറ്റിയുമാണ് ഭഗവതം പറയുന്നത്. എവിടെ കൊണ്ടിട്ടാലും ആ മത്സ്യം വലുതായി വലുതായി വരികയാണ്. പിന്നെ രാജാവ് നോക്കി, ഇവിടെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പാത്രത്തിനാണ് ആ മത്സ്യത്തിനെ ഇട്ടത്. ഈ ഒരു പാത്രം മുറ്റത്തുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് മുറ്റത്തുള്ള വലിയ പാത്രമായ കിണറ്റിലേക്ക് പിടിച്ചിട്ടു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കിണർ മുഴുവനുണ്ട് ആ മത്സ്യം വലുതായി നിൽക്കുന്നു. അപ്പം എത്ര സ്ഥലം ഭഗവാനെ കൊടുത്തിട്ടും ആ സ്ഥലമൊന്നും മതിയാവുന്നില്ല. പിന്നെ കിണറിൽ നിന്ന് രാജാവ് അതിനെ വലിയ ഒരു ഒഴുകിയിലേക്ക് മാറ്റി. അങ്ങനെ വലിയ വലിയ ജലാശയങ്ങളിലേക്ക് മാറ്റി. എവിടെ ഈ മത്സ്യത്തിനെ കൊണ്ടിട്ടാലും ആ മത്സ്യങ്ങനെ വലുതായി വലുതായി വലുതായി. ഭാഗവതത്തിലുള്ള എല്ലാ കഥകളും അങ്ങനെയാണ്. അത്ഭുതം നിറഞ്ഞ കഥകളാണ്. അത്ഭുതം, വിസ്മയം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ രസമുണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ പഴയ ആൾക്കാരായ മാമിനിമാരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പ്രകൃതിയെ അതുപോലെ സംരക്ഷിക്കണം എന്നൊക്കെ പഴമക്കാർ പറയാനുള്ള കാരണം. ആധുനികന്മാരിതെല്ലാം മറന്നു പോവുകയാണ്. എന്നിട്ട് അവർ ഓരോരോ ദിവസം കഴിയും തോറും ഈ ലോകത്തിൽ യാതൊരു അത്ഭുതവും ഇല്ലാത്ത ഒരു ലോകമാക്കി മാറ്റുകയാണ് ആധുനിക ശാസ്ത്രവും സാങ്കേതികതയും ഈ ലോകത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തിൽ പിന്നെ കാലം കുറേ കഴിഞ്ഞാൽ ജീവിക്കാൻ യാതൊരു രസവും ഉണ്ടാകും. ഇപ്പം തന്നെ മനുഷ്യർക്ക് ഒരു രസവും ഇല്ലാതെ ഇങ്ങനെ ഇതിനോട് വേണ്ടി ജീവിക്കുകയാണ്. ഇനി 1000 കൊല്ലം കഴിഞ്ഞാൽ ലോകത്തിൽ അത്ഭുതങ്ങളൊന്നും ഇല്ലാതെയാകുമ്പോൾ പിന്നെ ജീവിതത്തിലൊരു രസവും ഉണ്ടാവില്ല. ഇതാണ് ഭഗവതാനി പുരാണങ്ങളും വേദങ്ങളും ഒക്കെ നമ്മളോട് പറയും. അപ്പോൾ വിസ്മയങ്ങളാണ്, അത്ഭുതങ്ങളാണ് മനുഷ്യരെയും എല്ലാവരെയും ഈ ലോകത്തിൽ നിലനിർത്തുന്നത് എന്നർത്ഥം. അവസാനം അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടാൻ പുറപ്പെട്ട സമയത്ത് ആ മത്സ്യമൂർത്തിയായ ഭഗവാൻ പറഞ്ഞു, സമുദ്രത്തിൽ എന്നേക്കാൾ വലിയ ജീവികൾ എന്നെ പിടിച്ചു തരുന്നു. ഇതൊക്കെ കേട്ട സമയത്ത് ഈ രാജാവ് മത്സ്യമൂർത്തിയായ ഭഗവാനോട് പറഞ്ഞു, ഞാൻ ഇതേപോലെ ഒരു മത്സ്യത്തിനെ ഇതേ വരെ എവിടെയും കണ്ടിട്ടില്ല. ഇതേവരെ എവിടെയും ശ്രുതഃ അപി, ശ്രുതഃ എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ വരെ ഞാൻ എവിടെയും ഇങ്ങനെ ഒരു മത്സ്യത്തെ പറ്റി കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. യോ ഭവാൻ യോജനശതം അനാഭിപ്യാനശേഷര, അങ്ങ് എത്രയാണ് വലുതായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങ് സാക്ഷാൽ ഭഗവാനാണ്, നാരായണമൂർത്തിയായിരിക്കുന്ന ഭഗവാനാണ് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണോ ഈ രൂപത്തിൽ വന്നത് എന്ന് ചോദിച്ച് ആ മത്സ്യമൂർത്തിയെ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ സംശയം ശരിയാണ്, ഞാൻ സാക്ഷാൽ നാരായണമൂർത്തിയായ ഭഗവാനാണ്, അങ്ങയെ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാം, ഇന്നേക്ക് 7-ാം ദിവസം ഈ ലോകത്തിൽ വലിയ ഒരു പ്രളയമുണ്ടാകും. അതുകൊണ്ടാണ് പേടിക്കേണ്ട. ആ പ്രളയം വരുന്ന സമയത്ത് ഭൂമിദേവി തന്നെ ഒരു തോണിയായിട്ട് വരും. അന്ന് ആ തോണിയിൽ കയറി രക്ഷപ്പെടണം. ഭൂമിയിലുള്ള എല്ലാ വിത്തുകളും അതുപോലെ ചെടികളും ഒക്കെ പ്രധാനപ്പെട്ടതെല്ലാം എടുത്തിട്ട് വേണം തോണിയിൽ കയറാൻ. സപ്തർഷികൾ ആ തോണിയിലുണ്ടാവും. അന്ന് എന്നെ ധ്യാനിച്ചാൽ അങ്ങേക്ക് എന്നെ വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു? അന്ന് തൊട്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് കാത്തിരുന്നു.
7-ാം ദിവസം വന്നപ്പോൾ അതിഭയങ്കരമായ പ്രളയം വന്നു. ആ പ്രളയത്തിൽ ഭൂമി മുഴുവനും ആ പ്രളയജലം കൊണ്ട് മൂടി. അപ്പോൾ ഈ ഭൂമിദേവി തന്നെ ഒരു തോണിയായിട്ട് വന്നു. അങ്ങനെ ആ തോണിയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ സപ്തർഷികൾ 7 പേരുണ്ടായിരുന്നു. രാജാവും ആ തോണിയിൽ കയറി രക്ഷപ്പെട്ടു. ഇപ്പൊ തോണിയിൽ ആകെ എത്ര ആൾക്കാരായി നമ്മൾ പലപ്പോഴും ഒന്നും എണ്ണി നോക്കാറില്ല. ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായി എണ്ണി നോക്കണം എന്നാണ് ഭഗവതാദി പുരാണങ്ങൾ നമ്മളോട് പറയുന്നത്. പക്ഷെ മനുഷ്യർ പലപ്പോഴും ഒന്നും എണ്ണി നോക്കാറില്ല. പണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചു, എത്ര കുട്ടികളുണ്ട്? തിരുമേനി 5-6 എണ്ണുണ്ട് വീട്ടിലെന്ന് പറഞ്ഞു. അങ്ങനെയല്ലോ പറയാം. ഞാനൊരു കൃത്യം പറയും എത്ര കുട്ടികളുണ്ട്. ഇപ്പം പറഞ്ഞ 6 കുട്ടികളുണ്ട്. 5-6 കുട്ടികൾ എന്ന് പറയാൻ പാടില്ല. അപ്പം എണ്ണം തെറ്റിപ്പോയി. കൃത്യമായിട്ട് ഏത് കാര്യമാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അത് എണ്ണി പറയണം എന്നാണ് വേദങ്ങളൊക്കെ നമ്മളോട് പറയണം. ഏതായാലും ഈ 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രളയം വന്നു. ആ പ്രളയത്തിൽ ആ തോണിയിലും ആകെ എത്ര പേരുണ്ട്? മഹർഷിമാരെ 7 പേരുണ്ട്. പിന്നെ രാജാവുമുണ്ട്. അപ്പോൾ 7 കുട്ടികളാകെ 8 പേര്. മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ മഹർഷിമാർ രാജാവിനോട് പറഞ്ഞു, ഭഗവാനെ നല്ലതുപോലെ ധ്യാനിക്കാൻ പറഞ്ഞു. നല്ലതുപോലെ ഭഗവാനെ ധ്യാനിച്ചപ്പോഴാണ് എത്രയോ വലിയ ഒരു സ്വർണ്ണ മത്സ്യമായി ഭഗവാൻ ആ പ്രളയജലത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വാസുകിയെ കൊണ്ടുവന്നു. ആ വാസുകിയെ ഉപയോഗിച്ച് ആ തോണിക്ക് പിടിച്ചു കെട്ടി. പിന്നെ ഭഗവാൻ വലിയൊരു കൊമ്പുണ്ടായിരുന്നു. ഏകശൃംഗധരനായിരുന്നു ഭഗവാൻ എന്നാണ് ശ്രീശോഭ മഹർഷി പറയുന്നത്. ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. അങ്ങനെ ആ മത്സ്യത്തിൻ്റെ ഒരു കൊമ്പിനും പിടിച്ചു കെട്ടി. എന്നിട്ട് സ്വതവേ നമ്മളൊക്കെ ഈ തോണിങ്ങനെ തുഴഞ്ഞു പോകുന്നതാണ് കാണാറ്. ഇവിടെ തോണി തുഴയല്ല ഭഗവാൻ ചെയ്യുന്നത്. ആ തോണി ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ഭഗവാൻ പ്രളയജലത്തിൽ സഞ്ചരിക്കുകയാണ്. ഇതെല്ലാം ലീലകളാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ലീലകൾ കേട്ടു. നമ്മളൊരു പക്ഷേ മത്സ്യാവതാരം മുമ്പ് വേറെ തവണ കേട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ അത്ഭുതമോ ആശ്ചര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭാഗവതം കേൾക്കുമ്പോൾ ശ്രോതാക്കളൊരു കാര്യം ചെയ്യണം എന്ന് പറയാറ്. അതെന്താ? വക്താക്കളും വേണത്. വക്താവ് എന്ത് വിചാരിക്കണം? ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗവതം വായിക്കുന്നത് എന്ന ഒരു സങ്കല്പത്തോടെ മാത്രമേ ഭാഗവതം വായിക്കാൻ പാടുള്ളൂ. ശ്രോതാക്കളും അങ്ങനെയാണ്. കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്നായിട്ട് പണ്ട് കണ്ടില്ലേ, സ്ലൈറ്റം ഒന്നായിട്ട് മാറ്റിട്ടാണല്ലോ കുട്ടികൾ ആ സ്ലൈറ്റിൽ വേണ്ടത് എഴുതുക. ഇതേപോലെ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സാകുന്ന സ്ലൈറ്റ് മുഴുവനും മാച്ച് അതിലൊന്നും ഉണ്ടാവുക. എന്നിട്ട് ആദ്യമായി ഞാൻ കേൾക്കുകയാണ് എന്നുള്ള മട്ടിൽ വേണത്രേ ഭാഗവതത്തിലെ എല്ലാ കഥകളും കേൾക്കാൻ. അപ്പോഴാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ വിസ്മയവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? രാജാവ് കൊടുത്ത് ഭഗവാനെ നോക്കിയിരുന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അപ്പം രാജാവ് പറഞ്ഞു, നല്ല ഭംഗിയിട്ട് ഭഗവാനെ അങ്ങയെ കാണാൻ. ആ മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ചപ്പോഴും ഭഗവാനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ വെച്ചാണ് ഈ രാജാവ് മത്സ്യമൂർത്തിയായ ഭഗവാനെ സ്തുതിക്കുന്ന അനേകം ശ്ലോകങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം. അതിൽ നമ്മളുടെ പല പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നു. ഉത്തരം കിട്ടാത്ത, പലരോടും ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിനാണ് 1-ാമത്തെ ശ്ലോകത്തിൽ രാജാവ് മറുപടി പറയുന്നത്. അനാദ്യവിദ്യോപഹതാത്മസംവിദ തന്മൂല സംസാരപരിശ്രമാതുര യദൃച്ഛയേഹോപസൃതായമാപ്രയോ വിമുക്തിരോ ധനമോ ഗുരുഭവാൻ. എന്നാണ് ഒരു ജീവാത്മാവ് സംസാരത്തിൽ പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് യുക്തി കൊണ്ട് വാസ്തവത്തിൽ നമ്മളിരുന്ന് ആലോചിച്ചാൽ ഉത്തരം പറയാൻ കഴിയില്ല. എത്ര തന്നെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാലും അതിന് ഉത്തരം കിട്ടുകയില്ല. അപ്പോൾ ഈ രാജാവ് പറയുന്നു, അനാദിയാകുന്ന അവിദ്യയാണ് അതിന് കാരണം. ഇതല്ലാതെ ആ ചോദ്യത്തിന് വേറെ മറുപടിയൊന്നുമില്ല. അനാദിയായിരിക്കുന്ന അവിദ്യ കൊണ്ടാണ് ഓരോ ജീവനും ഈ സംസാരത്തിൽ പെട്ടിരിക്കുന്നത്. അനാദ്യവിദ്യോപഹതാത്മസംവിദ, അനാദിയായിരിക്കുന്ന അവിദ്യ കൊണ്ട് ഉപഹതന്മാരായി ആത്മജ്ഞാനം നഷ്ടപ്പെട്ടവരായി സംസാരത്തിൽ വീണ് നമ്മളെ പോലുള്ള മനുഷ്യരുമൊക്കെ ഉഴലുകയാണ്. പക്ഷെ മനുഷ്യൻ അറിയുന്നില്ല എന്ത്, അവരെത്രയോ വലിയ ഒരു സംസാരമാകുന്ന വാരിധിയിൽ വീണ് അവർ വല്ലാതെ വിഷമിക്കുകയാണ് എന്നാരും അറിയുന്നില്ല. കൂരിരുട്ടിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് മനുഷ്യർക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ആ കൂരിരുട്ടിൻ്റെ മറുതര കാണണമെങ്കിൽ എന്ത് വേണം? ഗുരുവിനെ ഉപാസിക്കണം
എന്നാണ് ആ രാജാവ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ ലോകത്തിൽ ജനങ്ങളൊക്കെ എന്താ ചെയ്യണത്? ജനോബുധോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മസമീഹതേ സുഖം യൽ സേവയാതാം വിധുനോത്യസന്മതിം ഗ്രന്ഥിം സഹിന്ദ്യാൽ ഹൃദയം സമോ ഗുരു ജനഃ അബുധഃ അയം അയം അബുധഃ ജനഃ. എന്താണ് അർത്ഥം? ഈ ലോകത്തിലുള്ള മിക്കവാറും മനുഷ്യരൊക്കെ അറിവില്ലാത്തവരാണ്. നമ്മളൊരു പക്ഷേ സമ്മതിക്കില്ല അല്ലേ? ഏതെങ്കിലും സർവകലാശാലയിലൊക്കെ പോയിട്ട് വലിയ വലിയ ബിരുദങ്ങളൊക്കെ നേടി ഗവേഷണമൊക്കെ ചെയ്തു, പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചു, ലോകത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തെല്ലാമോ അറിയാം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലേ? പക്ഷേ ഭാഗവതം പറയുന്നു അയം ജന അബുധഃ. ഈ ലോകത്തിലുള്ള മിക്കവാറും മനുഷ്യര് ശരിക്കും പറഞ്ഞാൽ അബുധന്മാരാണ്, ഒന്നും അറിയാത്തവരാണ് എന്നർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ നമുക്കൊക്കെ എന്താ അറിയാം? വാസ്തവം പറഞ്ഞാൽ ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണത്രേ ശരിയായ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുക. എനിക്കെല്ലാം അറിയാം എന്ന് തോന്നുന്ന ഒരാൾക്ക് വാസ്തവത്തിൽ ഒന്നും അറിയില്ല. അപ്പോൾ അറിവെന്ന് പറയുന്നത് എത്രയോ വലിയ ഒരു പരാവാരമാണ്. പരാവാരം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നർത്ഥം. അറിവ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എത്രയോ വലിയൊരു സമുദ്രമാണ്. ആ ജ്ഞാനമാകുന്ന സമുദ്രത്തിലെ ഒരു 4-5 തുള്ളിയൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടിയാൽ ഭാഗ്യം അത്രയും. അതുകൊണ്ടാണ് അയം ജനഃ അബുധഃ എന്ന് ഭാഗവതം പറയും. ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ അബുധന്മാരാണ്, അറിവില്ലാത്തവരാണ്. എന്നിട്ട് മനുഷ്യർ എന്താ ചെയ്യണത്? നിജ കർമ്മബന്ധന. എല്ലാ ദിവസവും മനുഷ്യൻ കയറുണ്ടാക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഭാഗവതം പറയണത് അല്ലേ? എല്ലാ മനുഷ്യരും ലോകത്തിൽ നേരം പഠിച്ചാൽ എന്താ ചെയ്യണത്? കയറിങ്ങനെ ഉണ്ടാക്കുക. എന്തിനാ കയറുണ്ടാക്കുന്നത്? അവനവനെ കെട്ടിയിടാൻ. നല്ല ഉറപ്പുള്ള കയറുകളാണ് ഓരോ മനുഷ്യനും രാവിലെ തൊട്ട് രാത്രി കടന്നുറങ്ങുന്നത് വരെ ഉണ്ടാക്കും. കടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഉണരുന്നത് വരെ എല്ലാ മനുഷ്യരും കയറ് പിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ഉറപ്പുള്ള കയറുണ്ടാക്കിയിട്ട്, ആയിരക്കണക്കിന് കയറുകൾ ഉണ്ടാക്കിയിട്ട് അവനവനെ തന്നെ കെട്ടിയിടുകയാണ് ഈ ലോകത്ത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അവനവൻ തന്നെ കയറുണ്ടാക്കി അവനവനെ കെട്ടിയിടും? അങ്ങനെയാണത്രേ എല്ലാവരും ചെയ്യണം. സുഖേച്ഛയാ കർമ്മസമീഹതേ സുഖം. സുഖം കിട്ടും എന്ന് വിചാരിച്ച് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരുപാട് പ്രയത്നിക്കുന്നു. ഏത് രാജ്യത്തെ ഏത് മനുഷ്യരെ നോക്കിയാലും എല്ലാ മനുഷ്യരുടെയും കഥ ഇത് തന്നെയാണ്. സുഖേച്ഛയാ കർമ്മസമീഹതേ സുഖം. സുഖം കിട്ടും എന്ന് വിചാരിച്ച് മനുഷ്യൻ കർമ്മം ചെയ്യുന്നു, പക്ഷേ അവന് യാതൊരു സുഖവും കിട്ടുന്നില്ല. എന്താ കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഭഗവാനെ ഭജിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയും. ആരാണോ ഭഗവാനെ സ്വാത്മന ഭജിക്കുന്നത്, ആരാണോ ഭക്തിയോടെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നത്, ആരാണോ ഭഗവാന്റെ കഥകൾ പറയുന്നത്, ആരാണോ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്, അവരാണ് വാസ്തവത്തിൽ അവനവൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നും എൻ്റെ ഗുരുവായിട്ട് ഞാൻ മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ രാജാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. പിന്നീട് അവിടെ വെച്ച് ഭഗവാൻ പല പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അക്കാലത്ത് ഹയഗ്രീവൻ എന്നു പേരായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ ഹയഗ്രീവനാണ് ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് വേദങ്ങളൊക്കെ അപഹരിച്ച് കൊണ്ടുപോയത്. മത്സ്യമൂർത്തിയായ ഈ ഭഗവാനാണ് പിന്നീട് ഹയഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്തു, ഹയഗ്രീവനെ നിഗ്രഹിച്ചു. ആ വേദങ്ങളൊക്കെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തന്നെ സമർപ്പിച്ചത് ഈ ഭഗവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 24ാമത്തെ അധ്യായം അവിടെ പൂർണ്ണമാവുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ കഥയെക്കുറിച്ച് ചെറുതായിട്ട് അനുസ്മരിച്ചു. ഈ മത്സ്യമൂർത്തി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വേദമൂർത്തിയാണ്. എല്ലാം നേരത്തെ പറഞ്ഞിട്ട് എത്രയെത്ര പരിശ്രമിച്ചാലും ജീവിതത്തിൽ നമുക്കൊന്നും അങ്ങനെ ജ്ഞാനമാകുന്ന സമുദ്രത്തിൻ്റെ മറുകരയിലെത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഭഗവാന്റെ നാമം ജപിച്ച് മത്സ്യമൂർത്തിയായ ഭഗവാനെ ദിവസേന നമസ്കരിക്കുക. ശ്രീശുഖബ്രഹ്മർഷിക്ക് നമ്മളോടുള്ള അപാരമായ കാരുണ്യം കൊണ്ട് മത്സ്യമൂർത്തിയെ ദിവസേന കലിയുഗത്തിലുള്ള നമുക്കൊക്കെ നമസ്കരിക്കാൻ പാകത്തിൽ ഒരൊറ്റ ശ്ലോകം ആ അധ്യായത്തിൻ്റെ അവസാനം നോക്കിയാൽ കാണാം. അപ്പോൾ എല്ലാ ദിവസവും മത്സ്യമൂർത്തിയെ സ്മരിക്കാൻ പ്രളയപയസിധാതു സുപ്തശക്തയ മുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഹത്വാ ദിതിചമകഥയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹം
അഖിലഹേതും ജിംഹമീനം നതോസ്മി. ഈ ഒരു മന്ത്രം ഭഗവാൻ നോക്കി നന്നായിട്ട് പഠിക്കുക. ഒരു 10 തവണയൊക്കെ ചൊല്ലിയാൽ നമ്മുടെ ഹൃദിസ്ഥമാവും. പിന്നെ അത് എത്രയോ തവണ ദിവസേന ആവർത്തിച്ച് ചൊല്ലാം. അതായത് നമുക്ക് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ എന്താ ഗുണം? ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില അറിവുകളൊന്നും എവിടെ നിന്നും കിട്ടില്ല. ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ തരുന്ന അറിവുകളൊന്നും വാസ്തവത്തിൽ പലപ്പോഴും ശരിയായ അറിവാവണമെന്നില്ല. നേരെ മറിച്ച് മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനോട് ചോദിച്ചാൽ ആ ഭഗവാൻ നമുക്ക് ഏറ്റവും ശരിയായ ജ്ഞാനമാണ് പ്രദാനം ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ദിവസേന ഈ മന്ത്രം, ഭഗവതത്തിലെ ഈ പ്രളയമയസി എന്ന് പറയുന്ന മന്ത്രം എത്രയോ തവണ ആവർത്തിച്ച് ചൊല്ലുക. അങ്ങനെ ആ മത്സ്യമൂർത്തിയെ നല്ലതുപോലെ ധ്യാനിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിഷമിക്കുമ്പോഴൊക്കെ നമ്മുടെ ശ്രീലകത്തിൽ കയറിയിരിക്കുക. വീട്ടിനുള്ളിൽ ഒരു ശ്രീലകം ഉണ്ടാകും. അപ്പോൾ അവിടെ നല്ലൊരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുക. നാം ദിവസേന ചൊല്ലുന്ന ഈ മന്ത്രം ഒരു 3 തവണ ചൊല്ലുക. ഭഗവാനെ നമസ്കരിക്കുക. മിണ്ടാതെ അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുക. എന്താണോ നിങ്ങളുടെ പ്രശ്നം, എന്താണോ നിങ്ങളുടെ പ്രയാസം, എന്താണോ നിങ്ങളുടെ ചോദ്യം, ആ ചോദ്യത്തിന് ആ ഭഗവാൻ അപ്പോൾ തന്നെ വളരെ കൃത്യമായ മറുപടി തരുന്നതാണ്. ഇങ്ങനെ അതീവ രഹസ്യമായ ഒരു കാര്യവും ഈ ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി അഷ്ടമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ചു. അപ്പം നമുക്ക് എത്ര എളുപ്പമായില്ലേ. പക്ഷെ ആരും ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും പ്രളയമയസി എന്ന് പറയുന്ന ആരംഭിക്കുന്ന ആ ഒരു മന്ത്രം ദിവസേന ഉരുക്കഴിക്കാനെങ്കിലും നമ്മളൊന്ന് തയ്യാറാകും. അങ്ങനെ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഇങ്ങനെ 6 ഭഗവത്ഗീതകളാണ് അഷ്ടമസ്കന്ധം കഴിയുമ്പോഴേക്കും ഭാഗവതത്തിൽ വർണ്ണിച്ചത്. പിന്നീട് നമ്മൾ പാരായണം ചെയ്തത് നവമസ്കന്ധമാണ്. ആ നവമസ്കന്ധത്തിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം ഇത്രയും കഴിഞ്ഞാൽ അടുത്തത് ഈശാനുകഥ എന്ന് പറയുന്ന ഒരു പുരാണ ലക്ഷണമാണ്. ഈശാനുകഥ എന്ന് പറയുന്ന പുരാണ ലക്ഷണമാണ് നവമസ്കന്ധത്തിലെ 24 അധ്യായങ്ങളിൽ വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഈശാനുകഥ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ എന്നർത്ഥം. അനു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നാലെ നടക്കുന്നതിനാണ് ശരിക്ക് സംസ്കൃതത്തിൽ അനു എന്ന് പറയും. അപ്പോൾ ഈശാനുകഥ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ മുഴുവൻ സമയവും ഭഗവാന്റെ പിന്നാലെ നടന്ന എത്രയോ 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 ഭക്തന്മാരുടെ കഥകളാണ് ഈ നവമസ്കന്ധത്തിലെ 24 അധ്യായങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നത്. നല്ല രസമാണ് നവമസ്കന്ധം വായിക്കാൻ. പക്ഷേ സപ്താഹത്തിൽ പലപ്പോഴും നമുക്ക് ഈ നവമസ്കന്ധത്തിലെ എല്ലാ കഥകളൊന്നും പറയാൻ ഒരാചാര്യനും സാധിക്കില്ല. കാരണം അത്രയേറെ കഥകളാണ് നവമസ്കന്ധത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ചില കഥകളൊക്കെ പറയും. പിന്നെ വൈകുന്നേരം അവിടെ കൃഷ്ണാവതാരത്താനുള്ള തിരക്ക. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ കണ്ടു ഭഗവാന്റെ പാദങ്ങളൊക്കെ ഏതോ ഒരു മാമി, അത് മാമിയാണെന്ന് എനിക്ക് മനസ്സിലായി, മാമിമാരാണെന്ന് ചെയ്യുക. ഇവിടെയൊക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ വരുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചത് എന്താ, ഞാൻ കൃഷ്ണാവതാരം പറഞ്ഞാൽ മതി, നവമസ്കന്ധം വിഴുങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ കയറിയിരിക്കണത് തന്നെ. അപ്പോൾ എല്ലാ ആചാര്യന്മാരും അങ്ങനെയാണ്. കാരണം നവമസ്കന്ധത്തിൽ എല്ലാ കഥകളൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എല്ലാ കഥകളെയും ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഈശാനു കഥ എന്ന് പറയാം. ഈശാനുവിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞല്ലോ തന്നെ. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഭഗവാന്റെ പ്രസാദമാണ് എന്ന് കരുതി ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ പിന്നാലെ സഞ്ചരിച്ച എത്രയോ 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 ആൾക്കാരുടെ കഥകളാണ് ഈ നവമസ്കന്ധം മുഴുവനും. അതിലാദ്യം പറയുന്ന കഥ ആരുടെ കഥയാണ്? ആദ്യം പറയുന്നത് മനു എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ കഥയാണ്. അദ്ദേഹം എന്നും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മഹാത്മാവായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പറയുന്നത് ശ്രദ്ധ എന്നാണ് പേര്. പേര് തന്നെ അവൾക്ക് നല്ല ശ്രദ്ധയായിരുന്നു എല്ലാ കാര്യം. ഇവർക്ക് ആദ്യം കുട്ടികളൊന്നും ഇല്ലായിരുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുമ്പോൾ അദ്ദേഹം ഒരു യാഗമൊക്കെ ചെയ്തു. അങ്ങനെ യാഗം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടി ഉണ്ടായ സമയത്ത് രാജാവിനാകെ വിഷമായി. യാഗം ചെയ്യുന്ന ആൾക്കാരോട് അദ്ദേഹം ചോദിച്ചു, രാജാവ് ചോദിച്ചു, ഞാനൊരു ആൺകുട്ടി ഉണ്ടാവണമെന്നാണല്ലോ വിചാരിച്ചത്, പിന്നെ എങ്ങനെ ഇത് പെൺകുട്ടിയായി പോയി? ആ യാഗം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു, അങ്ങയുടെ പത്നി ശ്രദ്ധ ഞങ്ങളെ കണ്ടിരുന്നു, ഞങ്ങളോട് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടി വേണം. അപ്പം ഞങ്ങൾ മന്ത്രം ജപിച്ചപ്പോൾ ഒരു പെൺകുട്ടി വേണം എന്ന് സങ്കല്പിച്ചിട്ടാണ് ഞങ്ങൾ മന്ത്രം ജപിച്ചത്.
അപ്പോൾ രാജാവ് ചോദിച്ചു, അവളാണോ തീരുമാനിക്കുക പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോ? ഞാനാണ് തീരുമാനിക്കുക. ഈ പഴയ വീട്ടിലുണ്ട് കേട്ടോ, ഈ ആരാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടതെന്നൊരു പ്രശ്നം പല കുടുംബങ്ങളിലും ഇപ്പോഴും ഉണ്ട്. പുരുഷനാണോ ഡോമിനേഷൻ, അതല്ല സ്ത്രീക്കാണോ? അത് ഏതോ കാലത്തുണ്ടത്. അതുകൊണ്ട് ഈ മനു പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് വേണ്ടത് പെൺകുട്ടിയല്ല, എനിക്ക് ആൺകുട്ടി വേണം. വാശി ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവസാനം അവർ പറഞ്ഞു, ശരി എങ്കിൽ ഈ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി തരാമെന്ന് പറഞ്ഞു. പെൺകുട്ടിക്ക് ഇള എന്നായിരുന്നു പേര്. പിന്നെ ആ മഹർഷിമാർ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചു, ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റി. അങ്ങനെ ആൺകുട്ടിയായ സമയത്ത് പേരൊക്കെ മാറ്റി. എന്നിട്ടൊരു ദിവസം സുദ്യുമ്നൻ എന്നായിരുന്നു ആൺകുട്ടിയുടെ പേര്. അത് ഉണ്ടായപ്പോൾ പെൺകുട്ടി. പിന്നീട് മതസംസ്കാരങ്ങളൊക്കെ ചെയ്തപ്പോൾ സുദ്യുമ്നൻ എന്ന് പറയുന്ന ആൺകുട്ടിയായി മാറി. അങ്ങനെ ഒരിക്കൽ ഈ സുദ്യുമ്നൻ കുറേ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി കുതിരപ്പുറത്ത് അങ്ങനെ കാട്ടിൽ സഞ്ചരിക്കുകയും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴേക്ക് സുദ്യുമ്നൻ സ്ത്രീയായിട്ട് മാറി, കൂടെയുള്ള എല്ലാവരും സ്ത്രീകളായിട്ട് മാറി, കുതിരകൾ പോലും പെൺകുതിരകളായിട്ട് മാറി. ഉടനെ പരീക്ഷിത്ത് മഹാരാജാവ് കൈ കാണിച്ചു. ഉടനെ സംശയമില്ല. എന്താ സംശയം? കഥമേവം ഗുണോദേശ, ഇതേതാ ഗുരുനാഥ ഇങ്ങനെ പ്രവേശിക്കുമ്പോഴേക്കും ഇങ്ങനെ സ്ത്രീകളായിട്ട് മാറുന്നൊരു പ്രദേശം? എനിക്ക് വലിയ കൗതൂഹലമുണ്ട് അല്ലേ? എന്നൊക്കെ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് ജീവിതത്തിൽ കൗതൂഹലം, വിസ്മയം അതൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ രസം ഉണ്ടാവും. ഉടനെ ശ്രീശുഖബ്രഹ്മർഷി ആ കഥ പറഞ്ഞു കൊടുത്തു. ഏകദാ വിലിശം ദ്രഷ്ടും, ഒരിക്കൽ ശ്രീപരമേശ്വരൻ ഈ വഴിക്കൊക്കെ ഇങ്ങനെ നടന്നു വരികയും അങ്ങനെ വരുന്ന സമയത്ത് ശ്രീപരമേശ്വരൻ ഇടയ്ക്ക് പാർവതീദേവിയെ മടിയിലൊക്കെ വെച്ചിരിക്കും. അപ്പോഴാണ് കുറേ മഹർഷിമാർ അവരെ കാണാൻ വേണ്ടി വന്നു. പെട്ടെന്ന് ആ അംബിക അവിടുന്ന് എഴുന്നേറ്റു, എന്നിട്ട് വസ്ത്രമൊക്കെ ധരിച്ചു. അപ്പോൾ അന്ന് ഒരു ശാപം കൊടുത്തു, ആരെങ്കിലുമൊക്കെ ഈ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അവരൊക്കെ സ്ത്രീകളായി പോകട്ടെ എന്നുള്ളൊരു ശാപം. ഇളാവൃതം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുകൊണ്ട് അന്ന് തൊട്ട് അവിടേക്ക് ഈ പുരുഷന്മാരൊന്നും അങ്ങനെ പ്രവേശിക്കാറില്ല. തഥ ഊർധ്വം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് അർത്ഥം. പുരുഷാഹ വർജയന്തി, ഈ വനത്തിലേക്ക് പുരുഷന്മാരൊന്നും പരീക്ഷത്തെ അന്ന് തൊട്ട് പ്രവേശിക്കാറില്ല. ആ വനത്തിലേക്കാണ് ആര് വന്നത്? ഈ നേരത്തെ പറഞ്ഞ സുദ്യുമ്നനും കൂട്ടുകാരൊക്കെ വന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും പെട്ടെന്ന് സ്ത്രീകളായിട്ട് മാറിയത്. അങ്ങനെ ഈ വാർത്തയൊക്കെ അച്ഛൻ അറിഞ്ഞു. തൻ്റെ മകൻ കാട്ടിലേക്ക് പോയി, പിന്നെ ഒരു സ്ത്രീയായിട്ട് മാറി. ഈ കഥയൊക്കെ കേട്ട സമയത്ത് അദ്ദേഹത്തിന് ആകെ വിഷമായി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സാക്ഷാത് ശ്രീപരമേശ്വരനെ ചെന്ന് കണ്ടു. ഇങ്ങനെയൊന്നും അയാൾ പറ്റില്ല. അവസാനം മഹാദേവൻ പറഞ്ഞു, ഒരു കാര്യമാവാം, എന്താണെന്നറിയോ? ഒരു മാസം അങ്ങയുടെ ഈ സന്തതി മാസം പുമാൻ, ഒരു മാസം പുമാനായിട്ടിരിക്കട്ടെ, മാസം സ്ത്രീ, ഒരു മാസം സ്ത്രീ ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു അനുഗ്രഹം കൊടുത്തു. ഇങ്ങനൊരു കഥയാണ് നവമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ. കേട്ടാൽ തന്നെ വളരെ അതിശയം തോന്നുന്ന ഒരു കഥയാണ്. പക്ഷേ ഇദ്ദേഹം അത് എത്രയോ കാലം നേരത്തെ പറഞ്ഞത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തെ പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിച്ചത്. ഈ മനുവിന് ഇക്ഷ്വാകു, ദുർഗൻ, ശര്യാദി, ദിഷ്ടൻ, ധൃഷ്ടൻ, കരൂഷൻ, നരിഷ്യന്തൻ, പ്രശോദ്ധൻ, മഹകൻ, കവി എന്നൊക്കെ പേരായ കുറേ പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കഥ നവമസ്കന്ധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കഥകളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പേജിൽ നിന്ന് മറക്കുകയാണ്. അപ്പോഴാണ് ഒരു അംബരീഷനെ കണ്ടു. അംബരീഷൻ എന്ത് ചെയ്തു? അംബരീഷോ മഹാഭാഗ, ആ വംശത്തിലാണ് അംബരീഷൻ വന്ന് അവതരിച്ചത്. അദ്ദേഹം കേവലം ഒരു പ്രദേശത്തിൻ്റെ ചക്രവർത്തിയായിരുന്നില്ല, സപ്തദ്വീപമതിയും മഹീം, 7 ആഴികൾ ചൂഴുന്ന ഊഴിയുടെ മുഴുവനും ചക്രവർത്തിയായിരുന്നു ഈ അംബരീഷൻ. പക്ഷേ മേനേതി ദുർലഭം പുംസാം സർവം തൽ സ്വപ്നസംസ്തുതം വിദ്വാൻ വിഭവനിർവാണം തമോ വിശദീയൽപ്പുമാൻ. തനിക്ക് ഇത്രയൊക്കെ സമ്പത്ത് കിട്ടിയിട്ടും അതെല്ലാം തന്നെ എത്രയോ നിസാരമാണ് എന്ന് കരുതിയിട്ട് വാസുദേവേ ഭഗവതി, എപ്പോഴും ഭഗവാൻ വാസുദേവനിലായിരുന്നു ആ അംബരീഷൻ്റെയും മനസ്സ്. ആ അംബരീഷനെ പറ്റി പറയാൻ അനേകം ശ്ലോകങ്ങളാണ് ശ്രീശുഖബ്രഹ്മർഷി ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നത്. എപ്പോഴും ഭഗവാനെ ഭക്തിയോട് ഉപാസിച്ച അദ്ദേഹം ചിലപ്പോൾ ദ്വാദശി വ്രതം മുതലായ വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരവധി കഥകളിൽ ഒരു കഥ മാത്രമാണ് ഭാഗവതത്തിൽ പറഞ്ഞ ദ്വാദശി വ്രതത്തിൻ്റെ കഥ. ആ ദ്വാദശി വ്രതം പൂർണ്ണമാവാനിരിക്കുന്ന ദിവസമാണ് അദ്ദേഹത്തിന്
ദുർവാസാവിനെ തൻ്റെ അതിഥിയായിട്ട് കെട്ടി ദുർവാസാവിനോട് കുളിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ കുളിക്കാൻ പോയ ദുർവാസാവ് എന്തായിട്ടും തിരിച്ചു വരുന്നില്ല. അദ്ദേഹത്തിനാണെങ്കിൽ ഇനി ഇത്തിരി സമയം കൂടിയേ ബാക്കിയുള്ളൂ, അതിനു മുമ്പ് വാരണ കഴിക്കണം. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ വേദത്തിലെ ഒരു മന്ത്രം മുമ്പ് വന്നു. അങ്ങനെ അദ്ദേഹം വേദമന്ത്രമനുസരിച്ച് കുറച്ച് ജലമെടുത്ത് പാനം ചെയ്യും. ആ ജലപാനം ചെയ്യുമ്പോഴാണ് ദുർവാസാവ് അത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, യോമാം അതിഥി മായാന്തം. ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. വളരെ ദേഷ്യത്തോടെ ദുർവാസാവ് പറഞ്ഞു, എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന് എനിക്ക് ആഹാരം തരുന്നതിന് മുമ്പ് കഴിച്ചതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ജഡ നിലത്തടിച്ചു. അതിൽ നിന്ന് അതിഭയങ്കരിയായ രാക്ഷസി ഉണ്ടായി. ആ രാക്ഷസി അംബരീഷനെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം അല്പം പോലും നിന്ന സ്ഥലത്തുനിന്ന് ഇളകുപോലും ചെയ്തില്ല. ഇതേ കാരണം ഭക്തന്മാർ ഭയപ്പെടാറില്ല എന്ന് കഴിഞ്ഞ കുറേ കഥകളിൽ നമ്മൾ കേട്ടു. പെട്ടെന്നാണ് ഇവിടെ ഭഗവാൻ തന്നെ സുദർശനമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ സുദർശന ചക്രമാണ് ദുർവാസാവ് സൃഷ്ടിച്ച അതിഭയങ്കരിയായ രാക്ഷസിയെ ഒരുപിടി ചാമ്പലാക്കി. പിന്നീട് ദുർവാസാവിൻ്റെ പിന്നാലെയാണ് ആ ചക്രം ഓടിയത്. എവിടേക്കോ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഓടി. ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ പോയി, ശിവന്റെ ലോകത്തിൽ പോയി, അവസാനം വൈകുണ്ഠത്തിലെത്തി. എവിടെ അദ്ദേഹം ഓടുമ്പോഴും ഈ ചക്രമില പിന്നാലെ വരികയാണ്. അവസാനം വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തപോ വിദ്യാജ വിപ്രാണ നിശ്രയസലനെ ഉഭേ. എനിക്ക് വേറെയൊന്നും പറയാനില്ല. അങ്ങേക്ക് തപസ്സുണ്ട്, വിദ്യയുണ്ട്, പക്ഷേ അത് രണ്ടും നല്ലതാണ്. പക്ഷേ ഉപാസസേ തേ ഏവ ദുർവിനീതസ്യ കൽപ്പേതേ കർത്തുഹു അന്യഥ. ദുർവിനീതനായ ഒരു മനുഷ്യന് ഈ തപസ്സും വിദ്യയൊന്നും വേണ്ടതുപോലെ പ്രയോജനം ചെയ്യുകയില്ല. അതുകൊണ്ട് അങ്ങ് നേരെ നാഭാഗന്റെ പുത്രനായിരിക്കുന്ന അംബരീഷിന്റെ പാദത്തെ പോയി ശരണം പ്രാപിച്ചോളൂ, എനിക്ക് അങ്ങയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ത്രിമൂർത്തികളെല്ലാവരും അദ്ദേഹത്തെ കൈവിടുന്നു. പിന്നീട് നാമം ജപിച്ചു അദ്ദേഹം അംബരീഷിന്റെ മുന്നിൽ വന്നു. അംബരീഷിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോഴാണ് അംബരീഷൻ കുറേനേരം അവിടെ നിന്ന് ആ ചക്രത്തെ സ്തുതിച്ചു. ആ ചക്രത്തെ കുറേനേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ചക്രമല്ലേ ശാന്തമായത്. ദുർവാസാവിന് നേരത്തെ പറഞ്ഞില്ലേ, അത്ഭുതമാണ് ജീവിതത്തെ സമ്പന്നമാക്കുന്നത് എന്ന് നിരവധി തവണ ഇവിടെ വെച്ച് പറഞ്ഞു. ദുർവാസാവിനാണ് ഇപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതം തോന്നിയത്. അഹോ അനന്തദാസായ മഹത്വം ദൃഷ്ടമദ്യമേ. അഹോ എന്ന് പറയുന്ന ശബ്ദം തന്നെ അത്ഭുതത്തെ കാണിക്കുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാരുടെ മഹത്വം എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ദുസ്ത്യരോ മഹാത്മന. മഹാത്മാക്കൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് വളരെ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പിന്നെ അദ്ദേഹം പല സ്ഥലത്തും ചൊല്ലുക. ദുർവാസാവ് 10 ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ഇവിടെ ഇരിക്കൂ, ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവനവൻ്റെ കഥയാണ് ആരോട് പറഞ്ഞു കൊടുക്കുക, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. വളരെ നല്ല ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ദുർവാസാവ്. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭക്തിയുടെ മഹിമ ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ കഥ തന്നെ സ്വതവേ നമ്മളൊന്നും ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല അല്ലേ. നമുക്ക് വല്ല അബദ്ധവും പറ്റിയ കഥയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കും, അതാരോടും പറയാണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെക്കുക ചെയ്യാം. ദുർവാസാവ് അങ്ങനെയല്ല. തനിക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ കഥ ഭക്തി ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള ഒരു നല്ല കഥയാക്കി ലോകം മുഴുവൻ ആ കഥ പറഞ്ഞ് നടക്കുകയായിരുന്നു പിന്നീട് ആ ദുർവാസാവ് ചെയ്തത്. പിന്നീട് ആ വംശത്തെ വർണ്ണിച്ചു വരുമ്പോഴാണ് അതിൽ യുവനാശ്വൻ്റെ കഥ പറയുന്നു. യുവനാശ്വൻ്റെ കഥ അത്ഭുതമാണ്. അദ്ദേഹം ഒരിക്കൽ കുട്ടികളൊന്നുമില്ലാതെ ഒരു യാഗമൊക്കെ ചെയ്യുകയായിരുന്നു. രാത്രി അദ്ദേഹത്തിന് 2:30 മണിയാകുമ്പോൾ എന്തോ ദാഹം തോന്നിയിരുന്നു. രാജാവ് മെല്ലെ എഴുന്നേറ്റു, യാഗശാലയിൽ എഴുന്നേറ്റു നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കാം. ഉറങ്ങണവരെ വിളിച്ചുണർത്തരുതെന്നാണല്ലോ പറയാം. അദ്ദേഹത്തിനാണെങ്കിൽ ദാഹിച്ചിട്ട് വരിക. പരീക്ഷത്ത് ശ്രദ്ധിച്ചു കേട്ടു. എന്താ തനിക്ക് വേണ്ടി ദാഹം വന്നപ്പോഴാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. ഈ ദാഹത്തിൻ്റെ എന്ത് കഥ കേട്ടാലും പരീക്ഷത്തിന് അതീവ ശ്രദ്ധയാണ്. ഇതിലെന്താ ഒരു ദാഹം ഉണ്ടായത്? അന്ന് കേട്ടോളൂ. ദാഹിച്ചു വരഞ്ഞ ആ രാജാവ് യാഗശാലയിലൊക്കെ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു പാത്രം കണ്ടു, അതിൽ ധാരാളം വെള്ളം കണ്ടു. ഒന്നും ആലോചിച്ചില്ല, വെള്ളം മുഴുവൻ എടുത്ത് കുടിച്ചു. ദാഹം മാറി എന്നും പറഞ്ഞ് അദ്ദേഹം വന്ന് കടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഈ മഹർഷിമാരൊക്കെ വന്നിട്ട് അങ്ങനെ പരിഭ്രമിച്ചിരിക്കുക.
അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾ പതിവുള്ള പൂജയൊന്നും തുടങ്ങാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, രാവിലെ വന്നു നോക്കിയപ്പോൾ പാത്രം കാലിയാണ്. അപ്പോൾ രാജാവ്, ആ പാത്രമല്ലേ? അതെ, ഞാനിന്നലെ രാത്രി 2:30 മണിക്ക് എഴുന്നേച്ചു, ആ വെള്ളം കൊടുത്ത് കുടിച്ചു, ദാഹം വന്നു. അതെയോ? ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തൊക്കെ ചെയ്യാനാ? അതല്ല, പിന്നെ എന്താ കാര്യം പറയൂ. ഈ വെള്ളം അങ്ങനല്ല കുടിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെന്താ വെള്ളം എന്തിനാ ആൾക്കാർ കുടിക്കാനുള്ള പോലെ കണക്കുണ്ടോ? അതല്ല, ഇത് അങ്ങയുടെ പത്നിക്ക് ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് കരുതി മന്ത്രം ജപിച്ച് വെച്ച ജലമാണ്, അതാണ് അങ്ങെടുത്ത് കുടിച്ചത്. ഇന്ന് രാവിലെയാണ് ഇത് അങ്ങയുടെ പത്നിക്ക് കൊടുക്കേണ്ടത്, അതാണ് അങ്ങ് കുടിച്ചത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ ഞങ്ങൾക്ക് നിശ്ചയില്ല, ഇത് ആരാണോ കുടിക്കുന്നത് അവർ പ്രസവിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞാനോ? ഞാൻ പുരുഷനല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാമെന്നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് വീണ്ടും വിസ്മയം വന്നില്ലേ അവിടെ? ആ നാട്ടിൽ എല്ലാവർക്കും വിസ്മയം. അവരെല്ലാവരും നാട്ടിൽ രാജാവിനാണ് അബദ്ധം പറ്റിയത്. അങ്ങനെ രാജാവിൻ്റെ വയറൊക്കെ വെറുത്തു വരാൻ തുടങ്ങി. പുരുഷൻ ഗർഭം ധരിക്കുകയോ? ചോദ്യമൊന്നും കൂടി ചോദിക്കരുത്. സ്ത്രീകൾ ഗർഭം ധരിച്ചാൽ എന്താ പറയുക? ഗർഭിണി എന്ന് പറയും. പുരുഷൻ ധരിച്ചാലോ നീ മാറ്റാൻ മതി, എന്താ പറയുക? ഗർഭി എന്നാണ്. അങ്ങനെ പുരുഷൻ ഗർഭിയായി. അങ്ങനെ നോക്കണേ, അദ്ദേഹത്തിന് 100 ഭാര്യമാരുണ്ടാക്കണം. ഈ 100 ഭാര്യമാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ 10 മാസമായി. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ വയറ് കീറി ഒരു ഉണ്ണി ഉണ്ടായി. അദ്ദേഹത്തിന് സമാധാനമായി, ഉണ്ണി ഉണ്ടായില്ലോ. അങ്ങനെ ഉണ്ണി ഉണ്ടായ സമയത്തോ ആ ഉണ്ണിക്ക് പാല് കുടിക്കണം. അമ്മ പ്രസവിച്ചാൽ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടില്ല, അച്ഛൻ പ്രസവിച്ചാലോ? ദേവേന്ദ്രൻ ഈ മാതിരി വിവരമൊക്കെ വേഗം അറിയാവുന്നത്. ദേവേന്ദ്രൻ അതാ ദേവലോകത്തുനിന്ന് പറന്ന് ഭൂമിയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ വന്നു. വരുമ്പോൾ തൻ്റെ വിരലിൻ്റെ മുകളിൽ കുറച്ച് അമൃത് കൊണ്ടുവന്നിരുന്നു. ആ കരയുന്ന കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചു. ആൾക്കാരൊക്കെ കൊട്ടാരത്തിൽ നടക്കുന്ന കഥയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി എന്താ അദ്ദേഹം ചെയ്യാൻ പോണത്. ദേവേന്ദ്രൻ ആ കരയുന്ന ഉണ്ണിയെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, മാം ധാത, മാം ധാത. എന്താ അർത്ഥം? നീ ഇതാ എന്നെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ വിരല് അമൃതം മുക്കിയിട്ട് ആ കുട്ടിയുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. കുട്ടി സുഖമായിട്ട് അമൃത് നല്ല സ്വാദാണല്ലോ. കുറച്ച് കഴിഞ്ഞ് വിരലെടുത്താൽ കുട്ടി കരയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏതായാലും ഇങ്ങനെ മാം ധാത എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഉണ്ണിക്ക് അല്ലയോ പരീക്ഷിത്തെ മാന്ധാത എന്ന് പേരുണ്ട്. അത് മലയാളത്തിൽ പറഞ്ഞാൽ മാന്ധാതാവ് എന്ന് പറയും. അപ്പോൾ ആ മാന്ധാതാവ് ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് അർത്ഥം. അദ്ദേഹം വളരെ നല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കൂല്ലേ, വിചിത്രമായിരിക്കുന്ന കഥയാണ്. ആ മാന്ധാതാവ് എന്നും അതേ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. എന്തും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ജീവിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം ഒരു മഹാത്മാവിനെ കണ്ടു. ആ മഹാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭക്തി നല്ലതുപോലെ ഉണ്ടാവാൻ അങ്ങ് ദിവസേന ഒരു മന്ത്രം ചൊല്ലണം. എന്ത് മന്ത്ര ചൊല്ലേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്തി 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 നമോ നമ. ഈ മന്ത്രം ആ മഹാത്മാവിൽ നിന്ന് ഉപദേശമായിട്ട് സ്വീകരിച്ച് അദ്ദേഹം എത്രയോ കാലം ഭഗവതിയെ ഉപാസിച്ചു. അവിടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിനടുത്ത് അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്. മാന്ധാതാവാണത്രേ അവിടെ പ്രതിഷ്ഠ നടത്തിയത് ഭഗവതിയെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി. തിരുമാന്ധാംകുന്നിലെ അമ്മ എന്നാണ് ഇന്നും ഭക്തന്മാർ ആ ഭഗവതിയെ പറ്റി പറയുന്നത്. ഇങ്ങനെ ഭഗവതിയെ ഉപാസിച്ച് ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ അഗ്രേസനായി മാറിയ ആളാണ് ഈ മാന്ധാതാവ്. പിന്നെ ആ മാന്ധാതാവിൻ്റെ കഥ പിന്നീങ്ങാൻ തുറന്നു പോവുകയാണ്. എന്തൊക്കെ കഥകളാണ്. അക്കാലത്ത് ഒരു മഹർഷി ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ. ഈ മഹർഷിക്ക് തോന്നി കാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി തപസ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാവും, എന്നാൽ വെള്ളത്തിൻ്റെ അടിയിലാവാം തപസ് എന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തു? കുറേ കാലം കാടിന്തിയിൽ പോയി ഇങ്ങനെ തപസ് ചെയ്തു.
കാളിന്തിയിൽ ഇങ്ങനെ തപസ് ചെയ്ത് ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഈ മത്സ്യങ്ങളെ കാണുന്നത്. അപ്പം മത്സ്യങ്ങളുടെ ഭാഷയൊക്കെ അദ്ദേഹത്തിന് അറിയാം. മത്സ്യങ്ങൾ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് കണ്ടു. അപ്പം അദ്ദേഹത്തിന് തോന്നി മത്സ്യങ്ങൾക്കൊക്കെ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കാൻ വെച്ചാൽ ഞാനെന്തിനാ വെറുതെ വിവാഹമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഈ വെള്ളത്തിൽ ഇങ്ങനെ തപസ് ചെയ്യണം. അദ്ദേഹം തപസ്സൊക്കെ നിർത്തി നേരെ പുറത്തേക്ക് വന്നു. അക്കാലത്ത് ഈ നേരത്തെ പറഞ്ഞ മാധാതാവ് ഭരിക്കണ കാലമാണ്. അങ്ങനെ രാജാവിനെ ചെന്ന് കണ്ടു. കല്യാണം കഴിക്കണമെന്ന് മോഹമായി. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ അന്ന് വന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ കുറേ പെൺകുട്ടികളുണ്ടല്ലോ, അങ്ങയുടെ ഏതെങ്കിലും ഒരു മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് ഈ മഹർഷിയെ നോക്കി പറയും, വലിയ പരിത. എന്താ അർത്ഥം? വലിയ പരിത പറഞ്ഞാൽ, പരിതം എന്നൊക്കെ പറഞ്ഞാൽ നരച്ചിരിക്കുകയാണ്. ഒരു മുടി പോലും കറുത്തിട്ടില്ല. പ്രായം കുറേ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്. ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും വെളുത്ത രോമങ്ങളാണ്. വേദവ്യാസം ഒരു കാര്യം കൂടി പറയുന്നത്, ഏജൽ കഹ. എന്താ അർത്ഥം? ഏജൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിറയ്ക്കാന്നാണ് അർത്ഥം. ഏജൽ എന്ന് വെച്ചാൽ വിറയ്ക്കുക. കഹ പറഞ്ഞാൽ തലാന്നർത്ഥം. പ്രായം കുറേ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ വിറയ്ക്കേണ്ട അത്രയും. ഇത്രയും പടുവൃദ്ധനായ മുനിയാണ് ആ രാജകുമാരിമാരിൽ ഒരാളെ ചോദിച്ചു വന്നത്. അപ്പോൾ രാജാവ് ആലോചിച്ചു, എന്താ ഇപ്പം തരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം കോപിക്കുകയോ ശപിക്കുകയോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാജാവ് ഒരു സൂത്രം പറഞ്ഞു, എൻ്റെ എല്ലാ പെൺകുട്ടികളും അവിടെ ആ ഭാഗത്ത് കാണുന്ന അന്തപുരത്തിലാണ് ഇരിക്കുന്നത്, അന്ന് തന്നെ നേരിട്ട് പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആരാഴ്ച വിവാഹം കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മാമുനി ആലോചിച്ചു, എന്താ രാജാവ് അങ്ങനെ പറയാൻ കാരണം? ഓ, ഞാൻ അകപ്പാടെ പടുവൃദ്ധനായതുകൊണ്ടല്ലേ രാജാവ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നല്ല താപസനായിരുന്നു. സൗഭരി എന്നാണ് ഈ മഹാത്മാവിൻ്റെ പേര്. അദ്ദേഹം ആ രാജാവിനെ കണ്ട് പുറത്തേക്ക് കണ്ടിറങ്ങി ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്നു. തൻ്റെ തപശക്തി കൊണ്ട് അദ്ദേഹം നല്ല ഒന്നാന്തരം ഒരു യുവ കോമളനായിട്ട് മാറി. അതൊക്കെ എങ്ങനെയാണ് സാധിക്കുക ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. പിന്നീട് ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ രഹസ്യം. 5 മിനിറ്റ് പോലും കൊടുത്തില്ല അത്ര സൗകരി ഒരു നല്ല യുവാവായി മാറി. കണ്ടാൽ കാമദേവനെ പോലെ സുന്ദരനായി. എന്നിട്ട് നേരെ ആ രാജകുമാരിമാരെ ചെന്ന് കണ്ടു. 50 പേരോടും പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് വരാം. അപ്പോൾ 50 പെൺകുട്ടികളും ആരെ നോക്കി? കാമദേവനെ പോലെ സുന്ദരനായിരിക്കുന്ന ആ മഹർഷിയെ കണ്ട സമയത്ത് ഓരോരുത്തരും പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, അങ്ങയുടെ ഭാര്യയായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി തമ്മിൽ ബഹളമായപ്പോൾ ആ മഹർഷി പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വെറുതെ ബഹളം കൂടണ്ട. നിങ്ങൾ 50 പേരും കൂടി എന്തിനാണ് വെറുതെ തമ്മിൽ ബഹളം കൂടുന്നത്? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 പേർക്കും എൻ്റെ ഭാര്യമാരായിട്ടിരിക്കാം. അവരെല്ലാവരും ഈ മാമനിയുടെ പിന്നാലെ ഇറങ്ങി വന്നു. എന്നിട്ട് ഇവർ 51 പേരും കൂടി നേരെ രാജാവിനെ കണ്ടു. രാജാവിനോട് ഈ മാമനി പറഞ്ഞു, സൗകര്യ പറഞ്ഞു, ദേ ഈ അങ്ങയുടെ 50 പെൺകുട്ടികളും എൻ്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. രാജാവിന് അത്ഭുതം തോന്നിയത്രല്ലേ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ 50 പേരെയും വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ജീവിതത്തെ പറ്റി ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ കുറേ ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ കേമായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ. ഇവിടെ പറയുന്നുണ്ട് കേമമെന്നും പറഞ്ഞാൽ പോരാ, ശരിക്കും ഇങ്ങനെ വേണം ജീവിക്കാൻ തോന്നും ഭാഗവതം വായിച്ചാൽ. അത്ര കേമമായിരുന്നു സൗകര്യയുടെ കുടുംബജീവിതം. കാലം കുറേ കഴിഞ്ഞപ്പം അദ്ദേഹം ഇന്നങ്ങനെ ആലോചിച്ചു. എന്താ ആലോചിച്ചത്? അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിന സച്ചരിതസ്യ. എത്രയോ കാലം തപസ് ചെയ്തിരുന്ന നല്ല നല്ല ചരിതങ്ങൾ മാത്രം വ്രതമാക്കിയിരുന്ന എൻ്റെ ഒരു വിനാശം കണ്ടില്ലേ? അന്തർജലേ വാരിചര പ്രസംഗാത്. അന്തർജലേ പറഞ്ഞാൽ കാളിന്തിയിലുള്ളിൽ, വാരിചരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാരി പറഞ്ഞാൽ വെള്ളം, വാരിചരൻ പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നതായ മത്സ്യങ്ങളാണ്. അപ്പോൾ വാരിചരൻ എന്ന് പറഞ്ഞാൽ മത്സ്യം നടത്തും. അപ്പം മത്സ്യങ്ങളുടെ സംഘം കാരണമാണ് എൻ്റെ ഇത്രയും കാലത്തെ തപസ് മുഴുവനും ഞാൻ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, സംഘം ത്യജേത മിഥുനം പ്രതിനാം മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാൾ മിഥുനപ്രതികളുമായിട്ടുള്ള എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിക്കണം. കാരണം ഇന്ദ്രിയങ്ങൾ അത്രയും പ്രബലങ്ങളാണ് എന്നുള്ള
മഹത്തായൊരു പാഠം അദ്ദേഹം പഠിച്ചു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഭാര്യമാരോടൊക്കെ ചോദിച്ചു, ഇനിയുള്ള കാലം മുഴുവനും ഞാൻ ഭഗവാനെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ ചോദിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ മഹാത്മാവിൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാര്യമാർക്കും വേണ്ടതുപോലെ വൈരാഗ്യം വന്നിരുന്നു. അങ്ങനെ ആ 81 പേരും ഭഗവാനെ തന്നെ ഉപാസിച്ച് ഭഗവാന്റെ പദത്തെ പ്രാപിച്ചു എന്നാണ് പിന്നീട് പറഞ്ഞ ഒരു കഥ. ഇങ്ങനെ നവമസ്കന്ധത്തിൽ സൂര്യവംശത്തിൽ ഉണ്ടായിരുന്ന, അപ്പം നമ്മൾ എത്ര കഥകൾ കേട്ടുല്ലേ, ഓരോ കഥയും വേറൊരു കഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഓരോരോ രാജാക്കന്മാർക്കും മഹർഷിമാർക്കും അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. പക്ഷെ എല്ലാവരും അവസാനം മനസ്സിലാക്കി ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചാലാണ് ജീവിതം സഫലമായി തീരുന്നത്. പിന്നീട് ഗംഗാനയനത്തിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. പണ്ട് ഒരുപാട് പേര് ഒന്നായിട്ട് മരിച്ചു. കൃത്യം പറഞ്ഞാൽ 60,000 പേര്. അവരൊന്നായിട്ട് മരിച്ച് ഒരു ഭസ്മത്തിൻ്റെ കുമ്പാരമായിട്ട് മാറി. അവർക്ക് ഗതി കിട്ടാൻ വേണ്ടി ആ വംശത്തിലുള്ള ഒരുപാട് പേര് പ്രയത്നിച്ചു. പക്ഷെ ആർക്കും സാധിച്ചില്ല. അവസാനമാണ് ഭഗീരഥൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. അതത്ര എളുപ്പമല്ല. അങ്ങനെ കുറേ കാലം ശിവനെ തപസ് ചെയ്തു. എന്നിട്ട് ശിവൻ പറഞ്ഞു, ഗംഗ ഭൂമിയിലേക്ക് വന്നോട്ടെ, വിരോധമില്ലാന്നു. ഗംഗയെ കുറേ കാലം തപസ് ചെയ്തു. ഗംഗാദേവി പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് വരാമെന്നു. വീണ്ടും ശിവനെ തപസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഗംഗാദേവി കൂടെ വരുന്നുണ്ട്, ഇന്ന സമയത്താണ് വരുന്നത്. ശിവൻ പറഞ്ഞു, ശരി വന്നോട്ടെ എന്ന്. എത്രയോ കാലം തപസ് ചെയ്തിട്ടാണ് ഗംഗയുടെയും ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹവും ആശിസ്സുകളും ഒക്കെ വാങ്ങിയിട്ടാണ് ആ ഗംഗ ഒന്നായിട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുകയുള്ളൂ. ശിവൻ എന്ത് ചെയ്തു? തൻ്റെ ജട ഒന്നായിട്ട് വിരിച്ചു വെച്ചു. ആ ജടയിലേക്ക് വരുന്ന സമയത്ത് പരമേശ്വരന് മനസ്സിലായി ഇവൾക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്. എന്നാൽ നീ അങ്ങനെ അഹങ്കരിക്കേണ്ട എന്ന് കരുതി മഹാദേവൻ ആ വലിയ പുഴ ഒന്നായിട്ട് ആ തൻ്റെ തിരുജടയിൽ അവിടെ കെട്ടിവെച്ചു. ഭഗീരഥൻ പുറത്തു തന്നെ കാത്തിരിക്കുകയാണ്. എന്തായിട്ടും ഗംഗയെ കാണാതിരിക്കുമ്പോൾ ചോദിച്ചു, മഹാദേവ എവിടെ എൻ്റെ ഗംഗ? അങ്ങക്ക് ഗംഗ വേണമല്ലേ? അവർക്ക് ഇത്തിരി അഹങ്കാരം തോന്നിയപ്പോൾ ഞാനിവിടെ ജടയിൽ ഒളിപ്പിച്ചു വെച്ചതാണ്. മഹാദേവൻ വിരലൊന്ന് വെറുതെ ഇങ്ങനെ ഇടയ്ക്കിയ സമയത്ത് അതിൽ നിന്ന് ഗംഗ നന്നായിട്ട് പുറത്തേക്ക് പ്രവഹിച്ചു. ഈ രാജാവ് തേരിൽ കയറി മുന്നിൽ വായുവേഗത്തിൽ സഞ്ചരിച്ചു. ആ പുഴ പിന്നാലങ്ങനെ ഓടി വരികയാണ്. പുഴയാണ് പിന്നാലെ ഒഴുകി വരേണ്ടത്. ഈ കഥയൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമുള്ള കഥയാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയുമ്പോൾ അങ്ങനെ അവരിങ്ങനെ വിസ്മയാവിഷ്ടന്മാരാവുന്ന രീതിയിൽ വേണം കുട്ടികളോടൊക്കെ. കുട്ടികൾ നമുക്കൊക്കെ ഈ കഥ വീട്ടിൽ എന്ത് തോന്നുന്നു, ഈശ്വര 4-5 4-10 നിർത്തുമോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്കിപ്പോൾ ഈ പുഴ അങ്ങനെ രാജാവിൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ട് കേട്ട് നമുക്ക് വലിയ അത്ഭുതം തോന്നില്ല. കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. അവർ നമ്മളോട് 1000 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ രാജാവ് മുന്നിൽ അങ്ങനെ തേരിൽ പോകുന്നു. ഈ ഗംഗമായിട്ട് പിന്നാലങ്ങനെ ഒഴുകി വരികയാണ്. ആ ശബ്ദം കേൾക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേൾക്കണില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭഗീരഥൻ തിരിഞ്ഞു നോക്കി. പുഴ കാണാനില്ല. അയ്യോ, എവിടെ പോയി പുഴ? എന്ത് രസമുള്ള കഥയല്ലേ. പുഴ കാണാനില്ല. അദ്ദേഹം തേര് തിരിച്ചെടുത്തു. തിരിച്ചു വന്നിങ്ങനെ വന്ന വഴി കൂടെ ഇങ്ങനെ പിന്നാലെ വരികയാണ്. കുറേ വന്നപ്പോൾ ഒരു മഹർഷി ഉണ്ട് നടന്നു വരുന്നു. അപ്പം നമ്മളൊക്കെ സാധാരണ വല്ലതും കാണാണ്ടായാൽ വഴിയിൽ കാണുന്നവരാണല്ലോ ചോദിക്കുക. അപ്പോൾ ആ മഹർഷിയോട് ചോദിച്ചു, ഇതിലെ ഒരു പുഴ ഒഴുകി വരുന്നത് കണ്ടു? അപ്പം മഹർഷി പറഞ്ഞു, കണ്ടു. എവിടെയാണ്? എൻ്റെ വയറ്റിലാണോ? വയറ്റിലോ? എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടെ തൊട്ടടുത്തൊരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. പേര് ജഹ്നു എന്നാണ് പേര്. അപ്പം എൻ്റെ പുഴ, ആ പുഴ അങ്ങനെ ഒഴുകി വരുമ്പോൾ എൻ്റെ ആശ്രമമൊക്കെ അവിടെ നശിപ്പിക്കണത് ഞാൻ കണ്ടു. പുഴ അങ്ങനെ ഒഴുകി വരല്ലേ. എന്നിട്ട് അത് എന്ത് ചെയ്തു? ഞാൻ വലത്തെ കൈ നീട്ടി ആ ഗംഗയെ ഒന്നായിട്ട് ആവാഹിച്ചു. ഗംഗ മുഴുവനും കുടിച്ചു. അപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ വയറിലേക്ക് നോക്കിയത്ര ആടിനെ പോലെ ഒട്ടിയിരിക്കുക ആ വയറ്. ഇത്ര വലിയ പുഴ മുഴുവൻ കുടിച്ചിട്ടു. അപ്പോൾ ചോദിച്ചു, അങ്ങ് ആരാ? എൻ്റെ പേര് ഭഗീരഥൻ എന്നാണ്. സൂര്യവംശത്തിലെ ഒരു രാജാവാണ്. എന്താ തേനൊക്കെ ആയിട്ട് വന്നത്? കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ജഹ്നു മഹർഷി പറഞ്ഞു, ഞാനേ ചോദിച്ചു എന്ന് മാത്രം. കണ്ടപ്പോഴേ കാര്യമൊക്കെ മനസ്സിലായി. ഏതായാലും അങ്ങയുടെ പിതൃക്കൾക്ക് ഗതി കിട്ടാൻ വേണ്ടി ഞാനിതിനെ വയറ്റ് കൊണ്ട് കിടന്നാൽ പറ്റില്ലല്ലോ, തരാം. തേയില ലേശം അങ്ങനെ വെച്ചോളൂ. ഇതിനകത്തിപ്പോൾ കുഴപ്പമൊഴിച്ച് അടിയിൽ
അദ്ദേഹം തേര് കുറേ മുന്നോട്ടങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ചെവി ഒന്നിങ്ങനെ ആക്കിയത്. ഔ, എന്തൊരു അത്ഭുതമല്ലേ! ആ ചെവി ഒന്ന് ഇളക്കിയപ്പോഴേക്കും ആ വലിയ പുഴയുണ്ട് ചെവിയിൽ കൂടെ പുറത്തേക്ക് വീണു. അങ്ങനെ രാജാവിൻ്റെ പിന്നാലെ ആ പുഴ അങ്ങനെ ഒഴുകി ഒഴുകി. അർത്ഥം പറഞ്ഞില്ലേ, 60,000 സകലപുത്രന്മാർ അവിടെ അങ്ങനെ ഒരു ഭസ്മമായിട്ട് ഒന്നായിട്ടിരിക്കുകയാണ്. അതിലൊന്നും തട്ടി അങ്ങനെ ഒഴുകിയിട്ടേ ഉള്ളൂ. ആ സകലപുത്രന്മാർക്ക് മുഴുവനും ആ ഗംഗാജല സ്പർശം കൊണ്ട് മോക്ഷം കിട്ടി എന്ന് പറയുകയാണ്. എന്തൊക്കെ അത്ഭുതം നിറഞ്ഞ കഥകളാണ് നവമസ്കന്ധത്തിലല്ലേ. അപ്പം നവമസ്കന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത മാളികയാണ് എന്ന് പറയാം. അതിനുള്ളിലേക്ക് നമ്മൾ അവിടെ കയറിക്കഴിഞ്ഞാൽ എത്ര വിചിത്രങ്ങളായ കഥകളാണെന്ന് ചോദിച്ചാൽ അത് എണ്ണി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ സാധ്യമല്ല. പക്ഷേ ഈ ഭഗീരഥൻ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഗംഗയ്ക്ക് സംസ്കൃത ഭാഷയിൽ ഭാഗീരഥി എന്നൊരു പേരുണ്ട്. അപ്പോൾ ഭാഗീരഥി എന്ന് പറഞ്ഞാൽ ഭഗീരഥൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ആ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന് പേരുണ്ടായത്. ഇതെന്തിനാ ഈ ഗംഗയുടെ കഥ നവമസ്കന്ധത്തിൽ പറഞ്ഞത്? നേരത്തെ നമ്മളൊരു വാമനാവതാര കഥ കേട്ടല്ലോ അല്ലേ. അപ്പോൾ ആ വാമനാവതാര കാലത്താണ് ഗംഗയുടെ ആവിർഭാവം ഉണ്ടായത്. അത് ആകാശത്തിൽ ആകാശഗംഗയായിട്ടിരിക്കുന്നു. പിന്നീട് അത് ഭൂമിയിൽ ഹിമാലയത്തിൽ കൂടെ ഒഴുകി നമ്മുടെ ഭാരതത്തിലൊക്കെ ഒഴുകുന്നുണ്ട്. അത് ഭൂമിയിലുള്ള ഗംഗയാണ്. രസാതനാദി ലോകങ്ങളിലും ഇതേ ഗംഗ ഒഴുകുന്നുണ്ട്, ഭോഗവതി എന്നുള്ള പേര്. ഇങ്ങനെ 14 ലോകങ്ങൾ മുഴുവനും ഭഗവാന്റെ കീർത്തിയെ വ്യാപരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗംഗ എല്ലാ ലോകങ്ങളിലും ഒഴുകുന്നത്. ആ ഗംഗയ്ക്ക് വളരെയേറെ പവിത്രീകരിക്കാനുള്ള സാമർഥ്യമുണ്ട് എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ആ ഗംഗാനദിയിൽ പോയിട്ടൊന്ന് കുളിക്കുക, ആ ഗംഗാതീർത്ഥം സേവിക്കുക. ഭഗവാന്റെ പാദതീർത്ഥമാണ് എന്ന് നല്ലതുപോലെ സങ്കല്പിച്ച് ഭക്തിയോടെ നാമൊക്കെ ലഭിച്ചിട്ടാണ് സ്വതവേ ആ ഗംഗാതീർത്ഥമൊക്കെ പാനം ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ ഗംഗാനദിയുടെ മഹിമയും നവമസ്കന്ധത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പം സമയമായതുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. ഇനി അല്പസമയം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കഥകളൊക്കെ അനുസ്മരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ